എന്തെങ്കിലും കാര്യം നടത്താൻ വേണ്ടി കഴിഞ്ഞോ? ആദായമാണ് മഹത്തരമായ കൂടി ജനങ്ങൾ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇടപെടൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജനാധിപത്യം ഇതാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ജനാധിപത്യം ഇതാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സഹിഷ്ണുത ഇതാണ്, ഇതെല്ലാം ജനങ്ങൾ കേൾക്കുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ടാണ് ജനങ്ങൾ കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് കൊണ്ടുവന്ന് ഇട്ടത്. അതുകൊണ്ട് ഇനിയും അവർ അത് തന്നെ തുടരണം. ഞാൻ അതിനെ എതിർക്കാനൊന്നും പോകുന്നില്ല. അദ്ദേഹം അത് തന്നെ തുടരണം. ഇനി എൻ്റെ ബഹുമാനപ്പെട്ട അംശു വാമദേവൻ ഇപ്പോൾ കൗൺസിലർ അല്ലാത്തതുകൊണ്ടാണ് ഇത് 3 മണിക്ക് മുൻപ് ഈ പറയുന്ന ഇതിനകത്ത് ഞാനിത് അയച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ അംശം അയച്ചു തരാം. അതായത് ബഹുമാനപ്പെട്ട മേയർ ഈ പത്രസമ്മേളനം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം തൊട്ടുപുറകെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള നഗരസഭാ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള നിങ്ങളുടെ SP ദീപകിൻ്റെയും അതുപോലെ തന്നെ ശബരിനാഥൻ എന്ന് പറയുന്ന കക്ഷി നേതാവിൻ്റെയും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അദ്ദേഹം ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്ന് അയച്ചിട്ടുള്ള മെസ്സേജും അതിൻ്റെ സ്ക്രീൻഷോട്ടും അതിനോടൊപ്പം അതിനകത്തുള്ള അറിയിപ്പ് എന്താണ് എന്നുള്ളതുമാണ്. അതായത് ഒരു നഗരസഭാ സംവിധാനത്തിനകത്ത് ഒരു മേയർക്ക് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ കൗൺസിൽ പാർട്ടി ലീഡർക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നോക്കാൻ ഇനി അനേകായിരം സമയങ്ങൾ വേണമെന്ന് താങ്കൾ വാദിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇനി അത് നിങ്ങളുടെ ഇല്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ പണ്ട് കമ്പ്യൂട്ടറിനും ഫോണിനും ആധുനികവൽക്കരണത്തിനെതിരെ സമരം ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ SP ദീപക് ഇതൊന്നും ഉപയോഗിക്കുന്നില്ലേ എന്നും എനിക്കറിയില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനുള്ള വഴിയില്ല. കോവിഡ് കാലത്ത് ഇതിലും വലിയ കാര്യങ്ങൾ, അതായത് താങ്കളും കൗൺസിലറായിരുന്ന കാലഘട്ടമാണത്. ആ സമയത്ത് കൗൺസിലിന്റെ അജണ്ടകൾ വരെ സമയത്ത് ഇതുപോലെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ടെല്ലാം എനിക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ കൗൺസിലർമാർ. അപ്പോൾ അത് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജനാധിപത്യത്തെക്കുറിച്ച്, നിങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിയിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കറിയുന്നത് പോലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അറിയാൻ പറ്റില്ല. കാരണം ഇതുപോലെ നാണം കെട്ട ഒരു നഗരസഭാ സംവിധാനം